പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലിസ മുക്കണ്ണൂർ എന്ന് പറഞ്ഞ സഹോദരിയുടെ സാക്ഷ്യങ്ങളാണ് വചന വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. അവരുടെ ഉടമ്പടിയിൽ നമ്മുടെ യൂട്യൂബിൽ അത് സാക്ഷ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലിസ മുക്കണ്ണൂരിൻ്റെ സാക്ഷ്യം ഒരു പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആ സഹോദരി ഉടമ്പടിയിൽ ഉറച്ചു തന്നത് എങ്ങനെയാണ് ഒരു ഗെറ്റ് ത്രൂ അവർക്ക് ലഭിച്ചതെന്ന് അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ എപ്പോഴും ഉടമ്പടിയിലെ ഓരോ കേസ് ഹിസ്റ്ററി എടുക്കാൻ കാരണം ഉടമ്പടി ചെയ്തു പോയ ആൾക്കാർക്ക് അവരുടെ ഓരോ വിഷയത്തിന് ഹൗ ടു മൂവ് ഇറ്റ്, ഹൗ ടു കൺഫ്രണ്ട് ഇറ്റ്, എങ്ങനെയാണ് നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുക, അതിന് നിങ്ങൾക്ക് പ്രത്യേക ഊർജം നൽകുന്നതാണ് നമ്മുടെ സാക്ഷ്യാനുഭവങ്ങൾ. ലിസ സഹോദര സാക്ഷ്യം അവർ പറയണത് അവർ സൗദി നേഴ്സാണ്. അവർ റിട്ടേൺ ചെയ്ത് പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ ഉണ്ടാകുന്ന ചില അപ്ഹീവൽ, കുറേ കലാമിറ്റി നടക്കുന്നുണ്ട് കാര്യം എംബസിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊന്നാമത്തെ കാര്യം അവിടെ അവർ അക്കാമ വർക്ക് പെർമിറ്റ് സറണ്ടർ ചെയ്ത് നേരത്തെ അത് പക്ഷേ നിയമത്തിൻ്റെ രീതിയിൽ അവർക്ക് റിലീവിങ് ഓർഡർ, തിരിച്ച് നാട്ടിലേക്ക് പോരാനുള്ള ഓർഡർ അവർ സൗദി കൊടുക്കുന്നത് ആ റിട്ടേൺ ഫ്ലൈറ്റിൻ്റെ ദിവസമാണ്. ആ ഫ്ലൈറ്റ് റിട്ടേൺ ആകുന്ന തിരിച്ച് ഇന്ത്യയിലേക്ക് പോരുന്ന സമയത്താണ് അത് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സാധാരണ കിട്ടാറുണ്ട്, ആൾക്കാർ പോകാറുണ്ട്. പക്ഷേ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായി. ഇവരുടെ പ്രശ്നം എന്ന് പറയണത് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമുണ്ട്. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് 4 മണിക്കൂറാണ് ഇപ്പോൾ. 4 മണിക്കൂർ റിപ്പോർട്ട് ചെയ്യണം. അവർക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം ആൾ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ഇവർ വിസ റിലീവിങ് ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താ പറയണത്, നിങ്ങൾക്ക് നിങ്ങളുടേത് റിലീവിങ് ഓർഡർ വിത്ത് ഹെൽഡാണ്, പിടിച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അക്കാമ എക്സ്പയർ ആയിട്ട് കുറേ ദിവസങ്ങളായി. പക്ഷെ അവർ കൊടുക്കുമ്പോൾ എക്സ്പയർ ആയിട്ടില്ലായിരുന്നു. അവർ സറണ്ടർ ചെയ്യുമ്പോൾ അക്കാമ എക്സ്പയർ അല്ല. പക്ഷേ ഈ സൗദിക്കാരെ വെച്ച് ഇവർ നാട്ടിലേക്ക് പോരുന്ന ദിവസം വരെ വെച്ച് താമസിപ്പിച്ച കാരണം അക്കാമ എക്സ്പയർ ആയിപ്പോയി. അതാണ് അപ്പോൾ ഓരോ ഇഷ്യൂ വരുന്നത് കണ്ടില്ലേ മക്കളെ. ഇതൊക്കെ നമ്മളെങ്ങനെ ചിന്തിച്ച്, ജീവിതം ഇങ്ങനെയാണ്, നമ്മൾ എത്ര ഷാർപ്പായിട്ട് ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിലും പെട്ടെന്ന് തീ കയറി പിടിക്കും. നമ്മൾ ഈ ഒരു മിനിമം എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ലൈനിൽ എപ്പോഴും നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാവരും അല്ല, കുറേ പേരൊക്കെ. ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ദൈവത്തിനോടൊക്കെ നമ്മൾ കമന്നടിച്ച് വീണൊക്കെ പ്രാർത്ഥിക്കും, വേണേൽ പല്ലും കളയും. പക്ഷേ അത് കഴിയുമ്പോൾ പിന്നെ ഇവർ ശാന്തമാകും. ഇത് വലിയ അപകടകരമായൊരവസ്ഥയാണ്. അങ്ങനെ ചെയ്യരുത്. ഒരു മിനിമം ഇപ്പോൾ നമ്മളെ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് റിസർവ് അതിൽ പെട്രോളുണ്ട്. ആ റിസർവ് നമുക്ക് ഇൻഡിക്കേറ്റർ കാണിക്കുമ്പോൾ ഇനിയിപ്പോൾ എത്രയും അരമണിക്കൂറുകളിൽ അടിക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിയട്ടെ. ഇതിങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഇല്ലാത്ത കുറേ ജീവിതങ്ങളുണ്ട്. ദൈവകൃപ പോയാൽ ഇവരറിയത്തില്ല. അത് ഭയങ്കരമായ ഒന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. കർത്താവായ ദൈവമേ, അങ്ങയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ആത്മീയമായി എന്നെ വളർത്തണമേ. ആത്മാവിൽ എന്നെ അഭിഷേകം ചെയ്യണം. അതെൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് എപ്പോഴും റിസീവർ ആയാൽ തന്നെ റിസീവറിങ് ഇൻഡിക്കേറ്റർ ഉണ്ടാകണം നമുക്ക്. അതായത് അത് ദൈവം നമുക്ക് അത് തോന്നിക്കും ഇല്ലേ. ബോഡി ഇപ്പോൾ ഒരു പനി വരികയാണെങ്കിൽ ബോഡിയിൽ എന്തോ ഒരു ഡിസോർഡർ ഉണ്ടെന്ന് തോന്നിക്കത്തില്ലേ. അതുപോലെയാണ്
നമ്മൾക്ക് നിനച്ചറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേയ്മെൻറ്റ് സ്റ്റോപ്പാകുന്നു. അപ്പം നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ട് ഇപ്പോൾ ആലപ്പുഴയൊക്കെ കയറ്റ് ഓഫീസിൻ്റെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് ഒരു കയറ് നമ്മൾ കൊടുക്കുന്നു വാങ്ങിക്കുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ്. കയർ അവരുടെ കയ്യിൽ, കാശ് അവരുടെ കയ്യിൽ, നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതെന്താ ഇങ്ങനെ സംഭവിക്കണത്, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. ദാറ്റ് മീൻസ് ഈ വിഷയം ഒരു ഇൻഡിക്കേറ്ററാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻഡിക്കേറ്ററാണ്. എന്താ കാര്യം? നിനക്കിനി സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് നിൻ്റെ പെട്രോൾ തീരാനായിരിക്കുന്നു. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് എന്താ പറഞ്ഞത്? രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുക്കിപ്പോയിട്ടില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അനുഗ്രഹത്തിന്, അതായത് ലോകം മുഴുവനും പട്ടിണി കിടന്നാലും സിംഹക്കുട്ടികൾ, 55-ാം സങ്കീർത്തനം എന്താ പറയണത്? സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം, അല്ലേ? 34-ാം സങ്കീർത്തനം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ. സങ്കീർത്തനം 34 തിരുവചനം 10 ഏറ്റുപറഞ്ഞ്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. കർത്താവേ, നിന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പം ഇതാ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ, ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു വെച്ചാൽ, അവർക്ക് 4 ലക്ഷം രൂപ കടം, 4 ലക്ഷം രൂപ കടം. അവരുടെ നിർമ്മാണ യൂണിറ്റ് ഓർഡർ ഇല്ലാതെ ബ്ലോക്കായി. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ബ്ലോക്കായി. കോവിഡ് കാലത്ത് എല്ലാം അടച്ചിട്ടിരിക്കുകയല്ലായിരുന്നു. പക്ഷേ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മാത്രം ആ യൂണിറ്റിലേക്ക് തന്നെ ഏതാണ്ട് 10-40 ലക്ഷത്തിൻ്റെ PP കിറ്റിൻ്റെ ഓർഡർ കിട്ടി. ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല. ആ ഇടയ്ക്ക് കുറേ ആൾക്കാർ, അതായത് ഇതെന്ന് വെച്ചാൽ ആർക്കും ഈ ലോകത്ത് വർക്ക് നടക്കുന്നില്ലെങ്കിൽ, അതാണ് സിംഹക്കുട്ടി എന്ന് പറയാമല്ലോ. സിംഹക്കുട്ടിയാണ്, അല്ലാതെ മുയലിൻ്റെ കുട്ടിയല്ല. സിംഹക്കുട്ടി എന്ന് പറയുമ്പോൾ ഇര ഉണ്ടെങ്കിൽ ആ സാധനം പിടിച്ചിരിക്കും. അത്രയും പ്രാപ്തിയും കഴിവും ഉള്ളതാണ്. പക്ഷേ അതിന് പോലും ചിലപ്പോൾ ഇര കിട്ടത്തില്ല. ഇവിടുത്തെ മഹത്തായ സിനിമാ നടന്മാരൊക്കെ വീട്ടിൽ ഇരിക്കല്ലേ, എത്രയോ വർഷമായിട്ടിരിക്കണം, 1.5 കൊല്ലം ഇരുന്ന്, ഒരു പടവും ഇല്ലാതെ. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഇതല്ലേ ജോലിയുള്ളൂ. ഇതുപോലെ ഇതേ ജോലിയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പോലും ദൈവം ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് സന്ധിച്ചു പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങളും ദൈവത്തിൻ്റെ ആൾക്കാരല്ലേ? എല്ലാവരും ദൈവത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ എല്ലാവരും നമ്മൾ മക്കളാണല്ലേ? എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ എന്താ ഗുണം? അത് മക്കളാണെങ്കിൽ അവകാശികളാണ്. പറഞ്ഞേ, അവകാശികളാണ്. പക്ഷേ അവകാശികളാണ്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൂതപുത്രൻ്റെ കഥ പറയുമ്പോൾ 2 മക്കളും അവകാശികളാണ്, അല്ലേ? അതിൻ്റെ അകത്ത് ഇപ്പം ദൂതപുത്രൻ്റെ കഥയിൽ 15-ാം അധ്യായം 11-ാം വാക്യം തൊട്ടാണ് ദൂതപുത്രൻ്റെ കഥ തുടങ്ങണത്. 2 മക്കളുണ്ട്. മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? 2 മക്കളുണ്ട്, 2 പേരും അവകാശികളാണ്. പക്ഷെ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15-13 ഒരു മകനുണ്ട്. ഈ 15-13 മകൻ എന്തു ചെയ്യും? അവൻ ഇളയ മകനാണ്. അവനെന്ത് ചെയ്യും? അവകാശം മേടിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? വിദൂര ദേശത്തേക്ക് പോയെന്നാണ് പറയണത്, ഇല്ലേ? പിന്നെ എന്താ അവന് സംഭവിച്ചത് നമുക്കറിയാം. പക്ഷെ മക്കളാണ്, അവകാശമുണ്ട്, അതിന് അവകാശം കിട്ടിയതുമാണ്. പക്ഷെ അവൻ അപ്പൻ്റെ കൂടെ നിന്നില്ല. ഇതിൻ്റെ പ്രോബ്ലം അതാണ്. അതായത് നമ്മൾക്ക് അവകാശം കിട്ടണം കിട്ടാത്തതല്ല, നമ്മൾ എപ്പോൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ഭയങ്കര സീരിയസ് ആണ്. അവകാശം നിലനിൽക്കണതും അവകാശം നിലനിൽക്കണത്, അവകാശം അനുഭവിക്കാൻ യോഗ്യതയുള്ളതും രണ്ട് വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാതെ അത് ഇപ്പോൾ 2 മക്കൾ, ഇവർ 2 പേരും അവകാശികളാണ്. ഇളയ മകനും മൂത്ത മകനും അവകാശിയാണ്. ഇപ്പോൾ ഇളയവൻ പറഞ്ഞ് എൻ്റെ ഓഹരി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് അപ്പന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഓഹരി അവന് കൊടുത്തു. അപ്പോൾ 15, 11, 13 വിശുദ്ധ ലൂക്കാ സുവിശേഷം 15-13 എന്താ പറയണത്? അവന് കിട്ടിയപ്പോൾ തന്നെ, ഓഹരി കിട്ടിയപ്പോൾ തന്നെ അവൻ അപ്പനിൽ നിന്ന് പതുക്കെ അകന്നുപോയി. അനുഗ്രഹം കിട്ടുമ്പോൾ അകന്നു പോകുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അത് ഭയങ്കര രസമാണ്. അനുഗ്രഹം കിട്ടുമ്പോൾ
ഇപ്പോൾ ഒരു കാനഡയിലൊക്കെ പോണില്ലേ ആൾക്കാർ, അവരെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ജവന്മാരെ ചെല്ലിയോ? വീട്ടിലായിരുന്ന സമയത്ത് ജവന്മാരെ ചെല്ലിയ ആൾക്കാരാണ്. അവരെ വിളിച്ച് ചോദിച്ചു, നീ ഞായറാഴ്ചയാണല്ല നീ പള്ളിയിൽ പോയോ? അമ്മ ചോദിക്കുമോ? അമ്മയും ചോദിക്കത്തില്ല. അമ്മ എന്താ ചോദിക്കുന്നത്? എടാ ശമ്പളമായാ? എൻ്റെ പെങ്ങളെ വന്നിട്ടും പോയി, അവളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചല്ല നീ പോയിരിക്കണത്, അതെടുത്ത് കൊടുക്കണ്ടേ? അപ്പോഴും ദൈവത്തെക്കുറിച്ച് അമ്മയും ചോദിക്കത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം നമ്മളെ കൃപാസനത്തിൽ നോക്കുമ്പോൾ ഒത്തിരിയേറെ അമ്മമാരുടെ കണ്ണുനീരിന് പരിഹാരം കണ്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ അമ്മമാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ അമ്മയും കാനഡയിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചു ചോദിക്കണത് എന്താണ്? കാശയക്കണില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും നിങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ചില അമ്മമാർക്ക്, എല്ലാ അമ്മമാരെയും നമുക്ക് കാടടച്ചൊന്നും പിടിവെക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ നല്ലവണ്ണമൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അതുകൊണ്ട് തന്നെ അപ്പോൾ ചില സമയത്ത് നമുക്ക് ഓഹരി കിട്ടിക്കഴിയുമ്പോൾ, ഭൗതിക ഓഹരി ആയാലും, നമ്മളുടനെ വിദൂരദേശത്തേക്ക് പോകും, ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതാ ധൂർത്തപുത്രൻ്റെ കഥയെന്ന് പറയണത്. എന്ന് വെച്ചാൽ കിട്ടിക്കഴിയുമ്പോൾ അകന്നു പോകും. അപ്പോൾ അതേസമയം തന്നെ മറ്റേ മകനെന്ത്, അവന് അവകാശിയാണ്. അവന് അവകാശിയാണെങ്കിലും അവന് അവകാശത്തിൻ്റെതായിട്ടുള്ള അത്യാവശ്യം കഞ്ഞിവെച്ച് പോകും. എന്നല്ല എക്സ്ട്രാ പരിപാടികളൊന്നും അവന് കിട്ടണില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂത്ത മകനും അവകാശിയാണ്. അവന് നല്ല ഉടുപ്പുണ്ട്, ഡ്രസ്സുണ്ട്, യാത്ര ചെയ്യാൻ കുതിരയുണ്ട്, അവന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനൊരു പ്രാവശ്യം ഒരു അനാവശ്യം ചോദിച്ചായിരുന്നു. അവൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഈ DJ പാർട്ടി നടത്താൻ വേണ്ടി ഒരാടിനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അപ്പൻ എന്ന് പറഞ്ഞ് അവൻ ആട്ടി ഓടിച്ചാണ്. അതാണ് സംഭവം. ഇവൻ പക്ഷെ അത് ഇളയ മകനാണ് ചോദിച്ചെങ്കിൽ അപ്പൻ കൊടുത്തു തരാം, അല്ലെങ്കിൽ അപ്പനെ അവൻ തന്തക്ക് വിളിക്കും. അതാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇളയ മകനാണ് അപ്പനോട് ആടിനെ ചോദിച്ചെങ്കിൽ നീ അഴിച്ചുകൊണ്ട് പോടാന്ന് പറയും. എന്താണെന്ന് വെറുതെ അവൻ്റെ വയൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് വിഷയം. അപ്പം അതുകൊണ്ട് മൂത്ത മകനോട് ബെയർ മിനിമം അത്യാവശ്യം വേണ്ട കാര്യമൊക്കെ കൊടുത്ത്, വീട്, ജോലി, വിവാഹം, എക്സ്ട്രാ ആയിട്ടൊന്നും കൊടുക്കത്തില്ല. എക്സ്ട്രാ ആയിട്ട് അവൻ ചോദിച്ചാൽ അത് കിട്ടത്തുമില്ല. അപ്പം ഈ എക്സ്ട്രാ ആയിട്ട് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിലും ഇവന് വലിയ പരിഭവമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇപ്പം പരിഭവത്തിന് ഒരു പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മുടിഞ്ഞ് തേച്ച് കഴുകാൻ പോയ അവകാശി പന്നിക്കൂട്ടത്തിൽ നിന്ന് തിരിച്ച് വന്ന്, അപ്പോഴാണ് പ്രശ്നം. പന്നിക്കൂട്ടത്തിൽ നിന്ന് വന്നെങ്കിലും കുഴപ്പമില്ല, പന്നിക്കൂട്ടത്തിൽ നിന്ന് പട്ടിക്കൂട്ടിൽ നിന്ന് എവിടെയെങ്കിലും വരട്ടെ. പക്ഷേ അതല്ല പ്രശ്നം. ഇപ്പം വന്നു കഴിയുമ്പോൾ അപ്പം കാണിക്കുന്ന കാട്ടായം കണ്ടപ്പോൾ അവൻ്റെ നിന്നളം മറന്നുപോയി. അപ്പം അവന് എക്സ്ട്രാ ഡ്രസ്സ് കൊടുത്തു. അവന് ഭയങ്കര വീട്ടിൽ തന്നെ ഭയങ്കര ഫങ്ഷനൊക്കെ നടത്തി. അപ്പം ഇവിടെ അങ്ങനെ ഫങ്ഷനൊന്നും ഇല്ലാത്തൊരു വീടാണ്. കാര്യം ഇളയ മകൻ പോയതിന് ശേഷം ഈ വീട്ടിൽ വലിയ ഫങ്ഷനൊന്നുമില്ല. കാര്യം ഫങ്ഷൻ്റെ പാർട്ടി പുള്ളിയാണ്. ഈ മൂത്തവൻ വലിയ ഫങ്ഷൻകാരനല്ല. പിന്നെ കൂട്ടുകാരോടൊക്കെ ചുറ്റികളേക്ക് ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീട് പൊതുവേ ഒരു സൈലൻ്റായിപ്പോയി. പക്ഷേ ഇവൻ തിരിച്ചു വരുമ്പോൾ ഇതുകൂടി ഇവൻ്റെ അവകാശബോധം, മൂത്തവൻ്റെ അവകാശബോധം ഒരു വിലപേശലിലേക്ക് പോകും. അതാണ് എപ്പോഴും ദൈവമായിട്ട് നമ്മളൊരു വിലപേശൽ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കിട്ടിയവനും ചിലപ്പോൾ കിട്ടാത്തവനും ദൈവമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു മിനിമം കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു വഴി കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ദൈവമായിട്ട് നമ്മുടെ വിലപേശന് പോകും. അതിന് വിലപേശന എന്താണ്? അപ്പോഴവൻ വീട്ടിൽ കയറാൻ അവൻ തന്നെ സ്ട്രൈക്കായി, സമരമായി. അവൻ നിരാഹാരമൊക്കെ നടത്തുകയില്ലേ വീട്ടിൽ നമ്മൾ, അതുപോലെ അവനും ഒരു സമരത്തിലായി. അപ്പോഴവന് മനസ്സിലാവും, അവനിനി അപ്പൻ നോക്കിയപ്പോൾ അപ്പൻ ഈ പാർട്ടിയുടെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ജനലിനെ കൂടി നോക്കുമ്പോൾ ഇവനെ കാണുന്നുണ്ട്. അപ്പം അപ്പനോടത്ത് എന്തെങ്കിലും കയറാത്തത് ഇനി ഇവനെ കൂടി പോകുക എന്നും പറഞ്ഞ് ഇവനെപ്പോലെ പോകുകയെന്ന് വെച്ചാൽ അപ്പൻ ചാടി പുറത്ത് വീണു. അപ്പോൾ അവനങ്ങനെ ഭയങ്കരമായിട്ട് ചുവന്ന് തൊണ്ടൊക്കെ ഇടറി ഇവൻ കുറേ ഡയലോഗ് പറയും. അതിൻ്റെ ആ ഡയലോഗിൽ ഒരു ഡയലോഗ് എന്ന് പറയണത്, അപ്പൻ എന്ത് പണിയാണ് കാണിച്ചത്, അപ്പൻ്റെ കൂടെയല്ലേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നത്, എന്നിട്ട് ഒരു കുഞ്ഞാടിനെപ്പോലും എനിക്ക് തന്നില്ലല്ലോ. അതാണ് പുള്ളിയുടെ ബാർഗെയിൻ്റെ പ്രശ്നം. അതാണ് പുള്ളി അപ്പനുമായിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ. അപ്പം നമ്മളെ ബാർഗെയിൻ ചെയ്യുന്നില്ല ദൈവമായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കാറ്റഗിസത്തിന് പോകുന്നുണ്ട്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്,
ഞാൻ ഞായറാഴ്ചയാണെങ്കിലും ശരി ട്യൂഷനൊക്കെ ഒന്നും പള്ളിയിൽ പോകാതെ ഞാൻ ട്യൂഷന് പോലും പോകത്തില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒപ്പിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ പരിചയം തോറ്റുപോയി. അപ്പോഴാണ് നമുക്ക് അവകാശബോധം വരണത്. നമ്മൾ ഈ ട്യൂഷൻ പോയി കുർബാന കട്ട് ചെയ്ത് ട്യൂഷന് പോയ പാർട്ടി റാങ്കൊക്കെ മേടിച്ചിരിപ്പുണ്ട്. നമ്മൾ കുർബാനയ്ക്ക് പോയിട്ട് ട്യൂഷന് പോകാതെ കുർബാനയ്ക്ക് പോയ ആൾക്കാർക്ക് റാങ്കില്ല. അപ്പോൾ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ചില മണ്ടികൾ അല്ലെങ്കിൽ മണ്ടന്മാർ ഫൈറ്റ് ചെയ്യും. പക്ഷേ നമുക്കറിയാമല്ലോ, ഒന്നും ഉറങ്ങിയാൽ നിരം വിളക്കത്തില്ലല്ലോ. എത്ര ഉറക്കം കഴിഞ്ഞാൽ ജീവിതം നിൻ്റെ ദൈവപൈതലേ, നിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം നിന്നെ പ്രകോപിപ്പിക്കാൻ നോക്കിയാൽ ബുദ്ധിയും ബോധമുള്ള ഒരു വിശ്വാസി, ഒരു ഇൻ്റലിജൻ്റായിട്ടുള്ള മനുഷ്യനായിരിക്കണം എപ്പോഴും. ഇഡിയറ്റായിരിക്കരുത്. എന്നുവെച്ചാൽ ദൈവം നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ വിലപേശാൻ പോകരുത്. അമ്മ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അമ്മയെ ഫോളോ ചെയ്യുന്ന ആളാണ്. അമ്മ ഒരിക്കലും ബാർഗെയിൻ ചെയ്യത്തില്ല, മിണ്ടാണ്ടിരിക്കേ ഉള്ളൂ. എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാലും അമ്മ മിണ്ടാണ്ടിരിക്കും. ഈശോ തന്നെ അമ്മയുടെ നില മറന്നുകൊണ്ട് അമ്മയോട് സംസാരിച്ചു. അമ്മയുടെ കഷ്ടപ്പാടൊന്നും നോക്കാതെ എത്രമാത്രം പരവേശം പിടിച്ച് തലകുത്തി മറിഞ്ഞ് വെള്ളം കുടിച്ചാൽ കുടിക്കാതെയൊക്കെയാണ് തിരിച്ച് ഈശോയെ കാണാതെ പോയി ഈശോനെ കാണാൻ വേണ്ടി ജയിച്ചത്. അപ്പോൾ ഈശോ പറഞ്ഞ ഡയലോഗൊന്നും കറക്റ്റ് ഡയലോഗ് അല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ സ്ഥാനത്ത് അത് കറക്റ്റാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ അണ്ണാക്കം തള്ളി നടന്ന് കിതച്ചവിടെ എത്തണ ഒരു സ്ത്രീയോട് പറയാൻ പാടില്ല. അത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യയപ്രദനായിരിക്കേണ്ടവനല്ലേന്ന് പറഞ്ഞാൽ അത് തിയോളജിക്കൽ എററൊന്നും അതിൻ്റെ അകത്തില്ല. അല്ലേ, ദൈവശാസ്ത്രപരമായിട്ട് ഒരു എററുമില്ല. പക്ഷേ തകർന്ന് തരിപ്പണമായിട്ട് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ഔഷധപിതാവ് ഒരാൾ പണിയെടുത്തിട്ടാണ് കാശ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഞ്ഞിവെപ്പ് കഴിഞ്ഞിട്ട് ബാക്കി വസ്ത്രവും കഴിഞ്ഞിട്ട് വീടിൻ്റെ മെയിൻ്റനൻസും കഴിഞ്ഞിട്ട് ബാക്കി ഇത്തിരി ഇട്ടുകൂട്ടുണ്ടാക്കിയിട്ടാണ് കൂശ് പൊട്ടിച്ചാണ് ഈ പരിപാടിക്ക് പോയിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈശോ അവിടെ തങ്ങണത്. പിന്നെ ആരെങ്കിലും കടം മേടിച്ച് വായ്പ മേടിച്ചിട്ടാണ് രണ്ടാമത് കാണാൻ തിരക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് കേൾക്കുന്ന ഡയലോഗ് ഇതാണ്. അതായത് ഇതൊക്കെ പലപ്പോഴും ദൈവമായിട്ടുള്ള യാത്ര മുതലാകത്തില്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ മുതലാകാത്തതല്ല, ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണ പരിപാടിയാണ്. അറിയാതെ ഒരു സാധനം ചെയ്യത്തില്ല. ഇതൊക്കെ ടെസ്റ്റ്. അതായത് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, നമ്മളെ ഒരു വിശ്വാസത്തിൽ നിന്നൊരു നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക് ഉയർത്താൻ നോക്കുമ്പോൾ ദൈവം ടെസ്റ്റാണ് നമുക്ക് തരണത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. അവർക്ക് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാത്തിൽ നിന്നും മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ കർത്താവിൻ്റെ പാദം കഴുകിയില്ലേ ഒരു കക്ഷി? ആരാ കർത്താവിൻ്റെ പാദം കഴുകിയത്? ലാസറിൻ്റെ പെങ്ങൾ ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ? ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായപ്പോൾ ലാസർ ഈശോ അവർ ഒരു ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതിൻ്റെ കാര്യം ഈ കാല് കഴുകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവർ തോന്നിവാസം പറഞ്ഞായിരുന്നല്ല, ഇവർ കർത്താവിൻ്റെ അടുത്ത് കുറേ തോന്നിവാസം പറഞ്ഞായിരുന്നു. എന്താ ദിവസം പറഞ്ഞത്? കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കുകയില്ല അതിനെ കൂനിയെന്നൊക്കെ പറഞ്ഞില്ലേ. അത് വലിയ കഷ്ടമായിപ്പോയി ശരിക്കും. ഇവർക്ക് പിന്നീടാണ് ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അയ്യോ അങ്ങനെയൊക്കെയുള്ള ഡയലോഗൊന്നും പറയേണ്ട കാര്യമില്ല, ഈശോയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അപ്പോഴേ ഇവളാണ് എൻ്റെ മെയിൻ ആൾ, മറിയമായിരുന്നു അതിൻ്റെ അകത്ത് മെയിൻ ആൾ. മാർത്ത ഓടിച്ചെന്നായിരുന്നു ആദ്യമേ. അവൾ മറിയം വീട്ടിൽ തന്നെ ഇരുന്നെന്നല്ല ബൈബിൾ പറയണത്. അപ്പം മറിയത്തിന് വല്ലാണ്ട് കുറ്റബോധം. എന്താ കാര്യം? ഈശോയോട് അങ്ങനെയൊന്നും പറയേണ്ടില്ല ഇനി. ഇപ്പോൾ ഈശോ ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ല ആളാണ്. ഇത് നമ്മൊന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഈശോനെ ഒന്നും തോന്നിവാസം പറയേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇനി ഈശോ വരികയാണെങ്കിൽ ഞാൻ ഈശോയുടെ പാദം കഴുകുമെന്ന് പറഞ്ഞു. ആരും മറിയം പറഞ്ഞു. അപ്പോൾ അവൾ അതിനു വേണ്ടി കരുതിയാണ് ഈശോ വന്നപ്പോഴത്തെ അത് അവളുടെ അനുതാപമാണ് അവിടെ. പക്ഷേ അതാണ് സംഭവം. എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ ദൈവത്തിനോടുള്ള ഡീലിങ്സിൽ നമ്മുടെ ഒരു പരിഭവം, ഒരു പരാതിയായിരുന്നു പറഞ്ഞത്. കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതൊരു പരാതിയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ പരാതി കഴിഞ്ഞപ്പോൾ ഈശോ അതൊന്നും ശ്രദ്ധിച്ചില്ല. പരാതിയാണ് നീ പറയണത്, നീ എന്തിനാ പരാതി പറയണത്? ഇങ്ങനെയാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്. നീ അന്ന് പാദാന്തികത്തിൽ ഇരുന്ന് കുറേ വചനം കേട്ട് മാർത്ത ചമ്മന്തിരക്കായില്ല, ഞാൻ അവളെല്ലാം എന്നെ വഴക്കിട്ടത്, നിന്നെ വഴക്കിട്ടില്ലല്ലോ. ഈ വചനം കേട്ടിട്ട് നിനക്കെന്ത് പ്രയോജനം? അവക്കല്ലേ ഇപ്പോൾ പ്രയോജനം ഉണ്ടായത്? അവളല്ലേ ഓടി ആദ്യം വന്നത്. അങ്ങനെ ഒന്നും ഈശോക്ക് പറയാമായിരുന്നു, പക്ഷേ ഈശോ പറഞ്ഞില്ല. പക്ഷേ ഇവർക്കത് ശരിക്കും കൊണ്ട് അവർ പറഞ്ഞു ഇനി ഈശോ വരുമ്പോൾ ഞാൻ പാദം കഴുകുമെന്ന് പറഞ്ഞു. പാദം
പോയിക്കൊണ്ടിരിക്കണവള്. അപ്പോഴുണ്ടൊരു മനുഷ്യൻ എന്താ പറയണത്, എല്ലാം മാനുഷികമായി കാണുന്ന ഒരു ആൾക്കാരുണ്ട് മനുഷ്യൻ്റെ കൂട്ടത്തിൽ അല്ലേ. അപ്പം യൂദാസ് എന്താ പറഞ്ഞത്, 12:5 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:5 എന്താ പറയണത്, ഈ പൈസ എന്തിനാ വേസ്റ്റാക്കിയത്, ഇത് 200-300 ദിനാറയ്ക്കുള്ള സുഗന്ധമില്ലേ, ഇത് വേസ്റ്റല്ലേ, ഇത് പുറത്ത് കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ പറയത്തില്ലേ, പള്ളിയൊക്കെ വെക്കാൻ പറയുമ്പോൾ ഈ പള്ളി വെക്കണ സമയത്ത് വല്ല പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പോലെ ഞാൻ. അപ്പം ഞാൻ ചോദിച്ചു, നീ വല്ല പെണ്ണുങ്ങളെ കെട്ടിച്ചിട്ടുണ്ടോ, വല്ല 5 പൈസ കൊടുത്തിട്ടുണ്ടോ, കല്യാണ കവർ കൊടുത്തു വിട്ട് അല്ലിന്ന് പൈസ അടിച്ചു മാറ്റുന്ന പാർട്ടിയാണ് നമ്മൾ. എല്ലാ വീടിൻ്റെ കല്യാണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിന്ന് എത്ര 5 പൈസ കുറക്കാമെന്ന് ഞാൻ ഇവനിരിക്കണത്. കല്യാണത്തിനൊക്കെ വീട്ടിൽ പൈസ കൊടുത്ത് വിടത്തില്ലേ, അമ്മ തന്നെ പറയും നിൻ്റെ അടുത്ത് കാശ് തരുന്നില്ല, അവിടെ എത്തത്തില്ലെന്ന് പറയും. ആ പാർട്ടിയാണ് ഈ പറയണത്, പള്ളി വെക്കണ സമയത്ത് പെണ്ണുങ്ങളെ പെൺകൊച്ചുങ്ങളെ കെട്ടിക്കാൻ പറ്റും. അതുപോലെ അതിനെക്കുറിച്ച് വിമർശിക്കും. പക്ഷേ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനുഷിക ചിന്തയുണ്ട്, ഒരു ദൈവിക ചിന്തയുണ്ട്. ദൈവകൃപയുള്ളവന് മാത്രമേ ദൈവിക ചിന്ത വരത്തുള്ളൂ. ഇപ്പം യൂദാസ് പറഞ്ഞത് ഒരു മാനുഷികമായ ചിന്തയാണ്. അങ്ങനെ പറഞ്ഞത് തെറ്റില്ല. കർത്താവ് പറഞ്ഞു, നീ അത് അവളെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല, ഭൂമിയിൽ എവിടെയെങ്കിലും സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്ത കാര്യം ആദ്യം പറയുമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ സെറ്റിൽമെൻ്റ്, അത് ആ മറുപടി അതാണ് കറക്റ്റ്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ഒക്കെ സംഭവിച്ചാലും, ഇപ്പോൾ അമ്മയോട് ഈശോ ഇങ്ങനെ സംസാരിക്കും, ബാർഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ പിറുപിറുക്കുക ദൈവവുമായിട്ട്. ദൈവം അങ്ങോട്ട് ഞാൻ ഇത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ടും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അത് ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിലുള്ള മെയിൻ പോയിൻ്റാണ്. അതെങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പ്രസരണ നഷ്ടമെന്നാണ് ഇനി പറയണത്. കാര്യം നമ്മൾ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി കമ്പി പോകുന്നു, അപ്പം അതിന് ഒരു മരത്തിൻ്റെ ശാഖ മുട്ടിക്കിടക്കണമെങ്കിൽ ഉടനെ ആ ശാഖയിലേക്ക് കുറേ കറണ്ട് പോകും. അതിനാണ് പ്രസരണ നഷ്ടമെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്ത് ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്, പക്ഷേ അതേസമയം തന്നെ നമുക്ക് പിറുപിറുപ്പുണ്ട്. നമുക്ക് കർത്താവുമായിട്ട് എന്നോട് അങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ അവൻ ചോദിക്കണില്ലേ, മൂത്തമകൻ ചോദിക്കണേ എന്താണ്, നീ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഞാൻ നിന്നോടൊരു ആട്ടുംകുഞ്ഞിനെപ്പോലും ചോദിച്ചിട്ട് നീ തന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ലേ. അത് ഒരു ബാർഗനിങ് ആണ് സംഭവം. അപ്പോഴേ അപ്പൻ പറയുന്നൊരു മറുപടിയുണ്ട്, എന്താണ്, എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം, മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ മക്കളാണല്ലോ ഇവർ രണ്ടുപേരും. പക്ഷെ ഒരാൾ ഇളയാൾ, ഒരാൾ മൂത്താളും. വ്യത്യാസം എന്താണ്, ഒരാൾ ഓഹരി കിട്ടിയപ്പോൾ അപ്പനുണ്ടേക്ക് വന്ന് അകന്നകന്ന് പോയി. മറ്റയാളെന്താണ്, അപ്പനെന്താ പറയണത്, എൻ്റെ മകനെ നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ മക്കളായിട്ട് കാര്യമില്ല, അപ്പൻ്റെ കൂടെ ഉണ്ടാ ഇല്ല എന്നാണ് പ്രശ്നം. പിടികിട്ടിയ, മക്കളാണെങ്കിൽ അവകാശികളാണെന്ന്, രണ്ടും അവകാശികളാണല്ല. അപ്പം അവകാശികളെക്കാളും ആരാണ് അപ്പൻ്റെ കൂടെ എപ്പോഴും ഉള്ളത്, ആരാണ് വിദൂരദേശത്തേക്ക് പോയി കളയണത്, അതാ ദൈവത്തിൽ നിന്ന് അകന്നു പോണത്. അതോടുകൂടി ഇവരുടെ അവകാശം ക്രമേണ അതായത് അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയ്ക്ക് മാറും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെന്തൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അധ്വാനിച്ചാലും നമ്മൾ ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും അധ്വാനിക്കണത് അല്ലേ. അവരെന്തെങ്കിലും പൊട്ടങ്ങൾ കളിച്ചാൽ, ഇപ്പം എനിക്കൊരു ആസ്ട്രേലിയയിൽ നിന്ന് പണ്ട് ഒരു അപ്പനും അമ്മയും വരുമായിരുന്നു, ആസ്ട്രേലിയയിൽ നിന്ന്. അപ്പനും അമ്മയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മകന് എപ്പോഴും 1 കോടി രൂപ കൊടുത്തുകൊണ്ടിരിക്കണം, 3 മാസം കൂടുമ്പോൾ 1-2 1 കോടി എന്ന് വെച്ചാൽ അവൻ അവിടെ എന്തോ ഒരു ഗാംബ്ലിംഗ് ബിസിനസ് നടത്തുകയാണ്. അപ്പോഴേ അവനൊരു സംശയം, എന്താണ്, ഇവർ കോടീശ്വരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് അധികം സംസാരിച്ചുമില്ല. കാര്യം എന്താണ്, ഞാൻ എൻ്റെ മാറ്റർ മാത്രമേ സംസാരിച്ചുള്ളൂ. കാര്യം ഇവിടെ പണം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ദൈവം കൂടെ നിന്നാൽ വേറെ ഒന്നിൻ്റെയും ആരുടെയും ആവശ്യം ഉണ്ടാകത്തില്ല. ഇപ്പോൾ 10:4 പറഞ്ഞില്ലേ, ലൂക്കാസ് വിശേഷം എന്താ പറഞ്ഞത്,
അതൊരു നിലപാടാണ്. ലൂക്കാസ് വിഷയം 10:4. അപ്പോൾ അതെന്താ? ഈശോ ഈ 2 പേരായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടും. ഈ 2 പേരായിട്ട് ഈശോ ആൾക്കാരെ പറഞ്ഞു വിടുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. അപ്പം നിസ്സാര കാര്യമാണ്. ആൾക്കാരെ ഹൈ എന്ന് പോലും പറയരുതെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം, യേശുവിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഒരു മനുഷ്യൻ, ഇപ്പോൾ ഒരാളെ പോകുമ്പോൾ നമുക്കാകുമ്പോൾ ചിരിച്ച് കാണിച്ച്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചെന്ന് വിചാരിച്ചോ, അതുകൊണ്ട് നഷ്ടമൊന്നും വരാൻ പോണില്ല. പക്ഷേ ഈ ദൈവികമായ ദൗത്യത്തിന്, ദൈവത്തിന് പ്രാധാന്യമുള്ള ദൗത്യത്തിന് പോകുമ്പോൾ നമ്മൾ ആരെയും സ്വപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അഭിവാദനം ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സ്വപ്പെടരുതെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ഇവനെ നമ്മൾ അഭിവാദനം ചെയ്തില്ലെങ്കിൽ അവൻ നമുക്കിട്ടൊരു പണി തന്നാൽ എന്തിരിക്കും? അതുകൊണ്ട് പേടി അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? പേടിയാണ്. നിങ്ങൾ ആൾക്കാരുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെക്കാൾ ആരെ പേടിക്കണം? അങ്ങനെ വചനമില്ലേ 12? കാരണം 12:5 ലൂക്കാസ് വിശേഷമാണ്. 12:5 നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. കണ്ട അണ്ടകഴിഞ്ഞ അടകോടനെ വായു നോക്കളെ എല്ലാത്തിനും നാട്ടുകാരെയൊക്കെ എല്ലാത്തിനും നമ്മളെ ചിരിച്ച് കാണിക്കണം, ഭയപ്പെടുന്ന നമ്മളെ അഭിവാദനം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്കൊട്ടൊരു പണി കിട്ടല്ലേ, പരവെക്കല്ലേ കേട്ടാ, എങ്ങനെയും ജീവിച്ച് പോട്ടെ, പിഴച്ച് പോട്ടെ എന്ന് നമ്മൾ അവനോട് പട്ടാങ്ങി പറയുകയാണ്. അതാണ് പ്രശ്നം. ഞാൻ എങ്ങനെയെങ്കിലും പിഴച്ച് പോട്ടെ എന്ന് പറഞ്ഞാൽ അവനോട് പട്ടാങ്ങി പറയുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ പ്രസരണ നഷ്ടം ഉണ്ടാകും. അതാണ് പ്രശ്നം. ഇവിടെയാണ് ഘട്ടൻ്റെ, അതായത് വിശ്വാസം എന്നുണ്ട് ഘട്ടൻ്റെ ഒരു നിലപാടാണ്. നമ്മൾ പ്രസരണ നഷ്ടം ഉണ്ടായാൽ ദൈവത്തെക്കാളുപരി നമ്മൾ മനുഷ്യനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അതാണ് 12. അപ്പോൾ അത് ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകണത്? ഇപ്പം ഇളയ മകൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, മൂത്ത മകൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. അപ്പോൾ എങ്ങനെയാണ് അകന്നു പോകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്? ദൈവത്തെക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കോ വസ്തുവിനോ ബന്ധങ്ങൾക്കോ ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയായ ലൈന വല്ലതുമാണ്. അപ്പോൾ അവൻ പറഞ്ഞ് എടി എനിക്ക് സംസാരിക്കണം, നീ ഇന്ന് പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകത്തില്ല. അവളെ തീർന്ന സംഭവം. അതായത് അവൻ്റെ കസ്റ്റഡിയിലായിപ്പോയി. കാര്യം അവനാ റിമോട്ടിൽ ഇവളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ഈ ആധ്യാത്മികതയെ എങ്ങനെ ഡാമേജ് ആക്കുന്നു എന്നുള്ളത് റിലേഷനിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണത്. ഒരു നിലപാടാണ്. ഇപ്പോൾ ആശീർവാദത്തിൻ്റെ വിഷയം തന്നെ 5:47 മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ എന്താ ഈശോ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ എന്ത് മേന്മയാ, വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? മനസ്സിലായില്ല? അപ്പം നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുത് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി ആരെയും സ്വപ്പെടരുതെന്നതിൻ്റെ അർത്ഥം. അത് വിശ്വാസം ഒന്നുകൊണ്ട് ഭയങ്കര രസമാണ്, പ്രസരണ നഷ്ടം ഉണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്താണ്? 5:47 പറയണത്. മത്തായിയുടെ സുവിശേഷം 5:47 എന്താ പറയണത്? നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? ദൈവവേദനെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അവകാശം, മക്കളുടെ അവകാശം. രണ്ടുപേരും അവകാശികളാണ്. ഒരാൾ അവകാശം കൊണ്ട് അപ്പനിൽ നിന്ന് അകന്നുപോയി, മറ്റേ ആൾ അവകാശത്തോടു കൂടി അപ്പൻ്റെ കൂടെ ജീവിച്ചു. എങ്ങനെ അപ്പനിൽ നിന്ന് അകന്നു പോകുന്നു, എങ്ങനെ അപ്പൻ്റെ കൂടെ ജീവിക്കുന്നു എന്നാണ് ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ പറയണത്. നേരത്തെ പറഞ്ഞത് എന്താണ്?
അഭിവാദനം പോലെയുള്ള മറ്റവരെ പേടിച്ചിട്ട് സ്വപ്പിടാൻ വേണ്ടി മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആത്മീയ അവരുടെ ഭൗതിക അടിമകളായി മാറരുത്. അങ്ങനെ വന്നാൽ അപ്പനിൽ നിന്ന് അകന്നു പോകും. യു ഗോട്ട് ദ പോയിന്റ്. പിടിയിട്ടേ, ഇതാണ് എൻ്റെ സത്യം. പക്ഷേ ബേസിക്കായിട്ട് ദൈവം എന്താ പറയണത്? നിങ്ങളെ 5:47 മത്തായി സുവിശേഷം എന്താ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്താൽ വിശേഷവിധിയായി നിങ്ങളെന്താണ് ചെയ്യുന്നത്? അപ്പം എൻ്റെ അർത്ഥം അഭിവാദനം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്പിരിറ്റിലായിരിക്കണം. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അഭിവാദനം മാത്രം പോരാ. എന്താണ്? സ്നേഹിക്കുന്നവരെ മാത്രമല്ല അഭിവാദനം ചെയ്യേണ്ടത്, പിന്നെന്ത് ചെയ്യണം? ശത്രുക്കളെ അഭിവാദനം ചെയ്യണം. അതെന്തിൻ്റെ പേരിലാണ്? ദൈവസ്നേഹത്തിൻ്റെ പേരിലാണത്. അല്ലാതെ അവരെ ഭയപ്പെട്ടിട്ടല്ല. ചില ഗുണ്ടകളൊക്കെ ചില നാട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഗുണ്ടകളെ കാണുമ്പോൾ നമ്മൾ ആൾക്കാരെന്ത് ചെയ്യും? പുരുവാരുണ്ടാക്കാൻ വേണ്ടി പല 100 കൊടുത്താൽ മതിയല്ല. അങ്ങനെ കൊടുത്ത് സോപ്പിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും ആൾക്കാരോട്. അതായത് നമ്മുടെ ഈ വെള്ളം അടിക്കുന്ന പാർട്ടിയില്ലേ, അവർക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ തന്നെ മാന്യം മര്യാദക്ക് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കത്തില്ല. പക്ഷെ അവൻ വന്ന് 2 പേർ ഉറുമ്പുമ്പോൾ നമ്മുടെ 200 രൂപ 500 രൂപ കൊടുക്കും. ഇതെല്ലാം നീ ദൈവത്തിൽ നിന്ന് അകന്നു പോണ പരിപാടിയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ കക്ഷത്ത് പോകാൻ ഇടപെടുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൊട്ടക്ഷൻ പ്രേരണ വേണ്ട നമുക്കവിടെ. വയ്യാവേദികളൊക്കെ നമ്മൾ പ്രൊട്ടക്ഷനാണ് വേണ്ട. കർത്താവേ, ആടത്തും കൊണ്ട് എൻ്റെ തല വെച്ച് കൊടുക്കാനുള്ള അനുവാദം ഉണ്ടാക്കല്ലേ, ഇഷ്യൂ ഉണ്ടാക്കല്ലേ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 81-ാമത്തെ സങ്കീർത്തനം കേട്ടോ, 81-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അടുത്ത വായിച്ചോളൂ. അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മളെ വേദനിപ്പിക്കുകയും നമ്മുടെ കഴുത്തേ കയറാൻ വേണ്ടി വരുന്നവന്മാരെ ഒതുക്കുക എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല. അതാണ് സങ്കീർത്തനം 81:13. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയാണ് ആ സംഭവം. അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശത്രുവിനെ അതിവേഗമാണ്, സ്പീഡാണ്, ഭയങ്കര അതിവേഗം നിൻ്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അപ്പോൾ ദൈവവചനം അനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ വേല കൃത്യമായിട്ട്, പല ആൾക്കാർക്കും അങ്ങനെയാണ്. മാന്യം വയ്യാക്കി ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ശത്രുതയില്ല. ശത്രുതയെല്ലാം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. അപ്പം അത് നിലപാടിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ അവനെ പേടിക്കുകയാണ് എന്ന് വെച്ചാൽ പതുക്കെ നമ്മൾ അവകാശം നഷ്ടപ്പെട്ട് ദൂർത്തപുത്രനെ പോലെ അകന്നകന്ന് പോണ പോലെ തുല്യമാണ്. അപ്പം എല്ലാം ഒരു നിലപാടാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാർത്ഥന ചെല്ലണ പരിപാടിയല്ല. അത് സുവിശേഷ വിഹിതമായ ഒരു നിലപാട്, പ്രശ്നങ്ങളോടുള്ള ഒരു നിലപാടാണത് കാര്യം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താ? വിശ്വാസമാണ് അടിസ്ഥാനം. വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2 രാജാക്കന്മാർ 7:1 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വചനം. എലീശ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളിച്ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കൽ 2 അളവ് ബാർലിയും 1 ശെക്കലും വിൽക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിൻ്റെ വിഷയം ഇതാണ്. അതായത് സമറിയയുമായിട്ട് യുദ്ധം, ഇവർക്ക് ഉപരോധം, ഇസ്രായേലിന് ഉപരോധം. അപ്പോൾ ഉപരോധത്തിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? 1 അളവ് ബാർലിക്ക് 8 കഴുതയുടെ തലയുടെ വിലയാണ് മാർക്കറ്റിൽ. അപ്പം അത്രയും വില കൂടി. പക്ഷേ എലീശ പറയണത് നാളെ ഈ സമയത്ത് സമറിയയുടെ കവാടത്തിൽ 1 ശെക്കലിന് ഒരളവ് നേരിയ മാവ് വെച്ചാൽ വെറുതെ കൊടുക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ഇത്രയും ദാരിദ്ര്യ കോടിയിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് നാളെ ഈ സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ ഈ ദാരിദ്ര്യം മാറുമെന്നാണ് പറയണത്. പീഡിയ
ഒരു രാജ്യത്തിൻ്റെ ദാരിദ്ര്യമാണ് അത്. 2 രാജാക്കന്മാരുടെ 7, 1, 2, 3 വചനങ്ങളാണ്. അതായത് മഹാദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന ഒരു സംഭവം. ബാർലിയോ അല്ലെങ്കിൽ ഗോതമ്പോ പൊടിയോ ഒന്നും കിട്ടാനില്ല, അതൊക്കെ പണ്ടാര വിലയാണ്. അപ്പോൾ ആൾക്കാർ പട്ടിണി കിടന്ന് ദ്രവിക്കുന്ന സമയത്താണ് ഈ പ്രവാചകൻ പറയുന്നത് നാളെ 24 മണിക്കൂറിനുള്ളിൽ ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പറയും. അത് പറയുമ്പോൾ ഹോസേ രാജാവിൻ്റെ ചുമലിൽ ഹോസേ രാജാവ് എൻ്റെ സേനാനായകൻ, അയാളാണല്ലോ യുദ്ധത്തിൻ്റെ വീരൻ, അയാൾ ഈ രാജാവിൻ്റെ ചുമലിങ്ങനെ ചാരിക്കിടന്നുകൊണ്ടിങ്ങനെ ചോദിക്കും. ആ കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലിങ്ങനെ തുറന്നാൽ പോലും ഇത് നടക്കുന്ന കാര്യം വല്ലതും ആണെന്ന് ചോദിക്കും. വിശ്വസിക്കണില്ല അയാൾ. അപ്പോൾ എലീഷ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ടാണ്, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, അനുഭവിക്കത്തില്ലെന്ന്. അതാണ്, അവകാശം ഉണ്ടാവും പക്ഷേ അനുഭവമില്ല. ഇതൊരു സീരിയസ് വിഷയമാണ്. മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണെന്ന് പറയും, പക്ഷേ അവകാശം കൊണ്ട് കാര്യമായില്ല, അനുഭവിക്കാനുള്ള യോഗ്യത വേണം. അവകാശം മക്കളാണെങ്കിൽ റോമ 1:17 മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷേ അവകാശികളായതുകൊണ്ട് അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് പറയണത്, നീ ഇത് കാണും. എലീഷ പറയണതാണ്, നാളെ ഈ സമയത്ത് ഇവിടെ ഗോതമ്പും ബാർലിയും ഒക്കെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഇയാൾ ചോദിക്കും, ഞാനതൊന്നും വിശ്വസിക്കത്തില്ല, കർത്താവ് നേരെ ആകാശം തുറന്നു തന്നാൽ പോലും ഇതുപോലെ നടക്കണ കാര്യമാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കണ കാര്യങ്ങൾ വലത് നടക്കണ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട് അന്നുമുണ്ട്. അവകാശം പോണ വഴി കണ്ടില്ലേ? അവകാശമുണ്ട്, പക്ഷെ എന്താ പറയണത്, എന്താ അനുഭവിക്കാൻ യോഗ്യതയില്ല. അവകാശമുണ്ട് പക്ഷെ അനുഭവിക്കാൻ യോഗ്യതയില്ല. എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിൽ, വലിയ അവകാശികളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റണില്ല അവർക്ക്. പല കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ എലീഷ പറയണത് എന്താണ്, ഇത് അവിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനം അവിശ്വസിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കണത്. അതുകൊണ്ട് നീ ഇത് കാണും, ഇങ്ങനെ കർത്താവ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഇതിൻ്റെ നാടിൻ്റെ പട്ടിണി മാറ്റണം നീ കാണും, പക്ഷേ ഒരു പിടി പോലും അതിൽ നിന്ന് കഴിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സമരിയയുടെ കവാടം തുറന്നത് കർത്താവ് ഒരു കുതിരയുടെ സ്വരം ഇവരെ കേൾപ്പിക്കും. സമരിയക്കാരെ വലിയ ഭയങ്കരമായ യുദ്ധസന്നാഹത്തിൻ്റെ സ്വരം ഇവരെ വിസിൽ കേൾപ്പിക്കണേ. ഇവർ പെരുണ്ട് ഓടും, ഭയങ്കര സൈന്യം ആക്രമിക്കാമെന്ന് പറഞ്ഞ് ഓടിക്കഴിയുമ്പോൾ പാളയം ആരുമില്ലാത്ത രീതിയിൽ ഗോതമ്പ് ചാക്കുകളും അരിച്ചാക്കുകളും നിറച്ച് കിടക്കണം. ഉടനെ 2 കുഷ്ഠരോഗികൾ വന്നത് കണ്ടുപിടിക്കും. ജനങ്ങളോട് പറയും, പാളയത്ത് മുഴുവനും ഗോതമ്പും ബാർലിയും പൊടിയാണെന്ന് പറയും. വാട പോലെ കൂട്ടിയിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഓടും. അപ്പോൾ ഈ സേനാനായകനാണ് രാജാവ് ഏൽപ്പിക്കണത് ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി. പാളയത്തിലൊക്കെ വിടാൻ വേണ്ടി ജനങ്ങൾക്ക് നിയന്ത്രിക്കണ്ടേ, അതിനു വേണ്ടി. അപ്പോൾ അയാളെ നിയന്ത്രിക്കാൻ വേണ്ടി കവാടത്തേക്ക് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്, ജനങ്ങൾ പട്ടിണി കിടന്നിട്ട് എത്രയോ ദിവസങ്ങളായി അവരിങ്ങനെ പരവേശവും ഇതുകൊണ്ട് ആക്രാന്തം കൊണ്ട് എല്ലാം കൊണ്ട് ഇടിച്ച് തല്ലി പാളയത്തിൽ കയറുമ്പോൾ ഇയാൾ താഴെ വീഴുമ്പോൾ ജനങ്ങൾ അയാളുടെ മുതുകത്തോട് കയറിപ്പോയി നട്ടലൊടിഞ്ഞു പോകും, ചത്തുപോകും. അതാണ് എലീഷ പറയണത്, അവകാശം നീ കാണും പക്ഷെ അനുഭവിക്കത്തില്ല. ദൈവവേദന അവകാശം, മക്കളാണെങ്കിൽ അവകാശികളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളെന്ന് കൂടെ പൗലോസ് പറയുന്നുണ്ട്. അത് ആൾക്കാർ കേൾക്കത്തില്ല. കാര്യം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി, മക്കളാണെങ്കിൽ അവകാശികളാണ്, പിന്നെന്താണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ നമുക്കെന്താ കിട്ടണത്, നിത്യത എന്നാണ് കിട്ടുന്നത്. എൻ്റെ ദൈവവേദനെ, എൻ്റെ മകനെ 15:31 പറഞ്ഞത് എന്താണ്, മൂത്ത മകനോട് പറഞ്ഞാൽ, എൻ്റെ മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയാണല്ലോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോഴേ നിത്യത വരെയാണ് പറയണത്. അപ്പം നമ്മൾ ഓർക്കും നമ്മളെ ജോലിയിട്ട് താമസിച്ചു, അല്ലെങ്കിൽ എല്ലാവരും കിട്ടുന്ന പോലെ എനിക്ക് പെൻഷൻ സമയത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഭാഗോടമ്പഴ ചെയ്തിട്ട്
ചേട്ടൻ്റെ അനുജൻ്റെ സ്ഥലത്താണ് കൂടുതൽ വിളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എപ്പോഴും ഓരോ കാര്യം, നമുക്ക് എപ്പോഴും ഈ അലവലാതി മനുഷ്യർക്ക് എപ്പോഴും ഇങ്ങനെ പ്രാക്കുവേട്ട വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ തല്ലിക്കൊല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷെ നമുക്ക് തല്ലിക്കൊള്ളാൻ പറ്റത്തില്ല, പറയാനേ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ അവർ പ്രാക്കപ്പെട്ടവരാണ്. കാര്യം ദൈവിക വഴികൾ അറിയാൻ പാടില്ല. എല്ലാത്തിൻ്റെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പിതാവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്. അപ്പോൾ എന്താണ് ഈ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമുക്ക് ഇങ്ങനെ ചക്കരയും പീരയുമായിട്ട് കൈ കിട്ടുന്നതിനേക്കാൾ ഉപരി നിത്യത വരെയാണ് ഇതിൻ്റെ അത് ഉദ്ദേശം. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളല്ലേ? അപ്പോഴെന്നാ സംഭവിക്കണത്? കർത്താവിൻ്റെ കൂടെ നിത്യതയാണ് ഏറ്റവും വലിയ അവകാശം. വി ഗോട്ട് ദ പോയിന്റ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? അപ്പം നിത്യതയാണ് ഏതെങ്കിലും വിഷയത്തിലെ സ്ഥാവര ജംഗമ ഭൗതികമായ ആനുകൂല്യങ്ങളിലെ നിൻ്റെ കൂടപ്പുറപ്പിനേക്കാൾ കുറവാണ് നിനക്കെങ്കിൽ യു മസ്റ്റ് റിജോയ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ കർത്താവിൻ്റെ മുമ്പിൽ ആഹ്ലാദിക്കണം. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഭൗതികമായ ആനുകൂല്യങ്ങൾ, അതിൻ്റെ അവസാനം എന്താണ്? ഈ ശരീരം തന്നെ ഉപയോഗിച്ച് അത് പോവും. പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളെന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പക്ഷേ ഏറ്റവും വലിയ അവകാശമുണ്ട്. അതെന്താ? നിത്യതയാണ്. എൻ്റെ ദൈവബദലേ ഏതെങ്കിലും കാരണങ്ങൾ ഇപ്പം നമ്മൾ തന്നെ ചില ആൾക്കാർ ചോദിക്കത്തില്ലേ, എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പഴം ഉണങ്ങണത് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും. എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പഴുക്ക് ഉണങ്ങണത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം മകനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, മരുമകളെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അയൽവാസിനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം. ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കൂടെ ഒരു കൂട്ട് പോകണം. ആൾക്കാർ പ്രഗ്നൻ്റാണ്, അതുകൊണ്ടൊരു കൂട്ട് പോകണം. അപ്പോൾ കൂട്ട് പോകുമ്പോൾ അവളെന്ത് ചെയ്യും? ആ പരീക്ഷ പാസ്സായി അവൾ നേഴ്സാകും. അവൾ എണ്ണ ഉണങ്ങണ എന്തിനാണ്? എണ്ണ കിട്ടാൻ. അതിൻ്റെ കൂടെ പോണ പാറ്റാപ്പഴക്ക് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ആൾക്കാർ വിഷയങ്ങളെ എടുക്കണത്. ഈശോ പറഞ്ഞത് എന്താണ്? നീ പാറ്റാപ്പഴക്കായിട്ട് അവിടെ നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ കിട്ടാത്ത കാര്യം ഞാൻ നിനക്ക് തരും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ കിട്ടത്തില്ല, അവളുടെ കാര്യം ചോദിക്കുമ്പോൾ നീ സഹായിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിശേഷ വിധിയായി നിങ്ങളുടെ സഹോദരങ്ങളെ മാത്രമേ. ഇപ്പോൾ 6:38 ഇല്ലേ ലൂക്കാസ് വിശേഷം, അതായത് 6:38 വചനങ്ങൾ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത വചനം വായിച്ചേ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. മേലെങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നതിനോട് തിരികെ ചോദിക്കരുത്. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നതോട് തിരികെ ചോദിക്കരുത്. മക്കളെ, ഇതൊക്കെ ഈ വചനങ്ങളെ കേട്ടിട്ട് ഈ ജന്മത്തിൽ ഇത് നടക്കില്ല നിങ്ങൾക്ക് തോന്നണില്ലേ? കർണക്കുരി അടിക്കണവന് മറ്റേ കാരണം ആര് കാണിച്ചു കൊടുക്കാനാ? ഇല്ല. അതുപോലെ തന്നെയാണ് ചോദിക്കുന്നവരൊക്കെ കൊടുക്കുക, വായ്പയ്ക്ക് വന്നത് ഒഴിഞ്ഞു മാറരുത്. ഇങ്ങനെ കർത്താവിൻ്റെ കുറേ വചനങ്ങളാണ്. എന്നിട്ട് ഈശോ ചോദിക്കണം എന്തറിയാമോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിൻ്റെ അവകാശങ്ങൾക്ക് ഉള്ളതെന്ന് ചോദിക്കും. അതായത് ചില വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ ചെയ്യാൻ പറ്റാത്ത വചനങ്ങളാണ്. ചെയ്യാൻ പറ്റുന്ന വചനങ്ങളല്ല, ചെയ്യാൻ പറ്റാത്ത വചനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത വചനങ്ങൾ ഈശോ പറയണത്? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണ ആൾക്കാരുണ്ട്. അതാണ് സംഭവം. നിത്യത എന്ന് യേശുക്രിസ്തുവിനെ എന്തിനാണ്? ഇതെല്ലാം കഠിന വചനങ്ങളല്ലേ. ഈ കഠിന വചനങ്ങൾ സാധാരണ ABCD ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ വചനമേ എന്ന് പറഞ്ഞ് ഈശോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കക്ഷികളുണ്ട്. അവർ കണ്ണക്കുട്ടി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കണ്ണം കാണിച്ചു കൊടുക്കും, കറക്റ്റായിട്ട് കാണിക്കുന്നത്. പക്ഷേ അത് 10,000-ൽ ഒരാളായിരിക്കും ചിലപ്പോൾ. എന്താ പ്രശ്നം? അവന് ITI അല്ല വേണ്ടത്, അവന് IAS വേണ്ടത്, IAM ഒക്കെയാണ് വേണ്ടത്. ആത്മീയത്തിൽ IAM പാസ്സാകാനാണ് അവൻ്റെ സിലബസ്. അതാണ്. ITIക്കാർ പറയും എനിക്ക് പറ്റത്തില്ല, സിലബസ് കട്ടിയാണെന്ന് പറയും. സിലബസ് ഒരിടം കട്ടിയല്ല. സിലബസ് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിലബസും കട്ടിയല്ല യേശുവിൻ്റെ. ഈശോ എന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, എൻ്റെ ഭാരം ലഘുവാണ്. തീർന്നില്ല പ്രശ്നം.
എൻ്റെ സിലബസ് ലഘുവാണെന്ന് പറഞ്ഞിട്ട് കണ്ടത്. ITIക്കാരൻ പോയി IIM എഴുതുമ്പോഴാണ് അവർ പ്രശ്നം വന്നത്. അല്ലാതെ IIMൻ്റെ സിലബസ് അല്ല പ്രശ്നം. ഇറ്റ് ഇസ് നോട്ട് മെൻ ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണത് എന്താണ്? കർത്താവേ, ഈ കഠിന പദങ്ങളിലാണ് നിത്യത ഇരിക്കുന്നത്. ക്യാഷ് ആൻഡ് കൈൻ്റെ പൊട്ടടിക്കണ കേസൊക്കെ ഇരിക്കുന്നത് ലഘുപദങ്ങളാണ്. അത് ആർക്ക് വേണമെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റും. കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. രണ്ടുടുപ്പുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതൊക്കെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ളവർക്ക് ലളിതമായിട്ട് ചെയ്യാം. മറ്റെന്താ പറയണത്? നിന്നോട് ചണ്ടകൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലെങ്കിൽ കൂടി കൊടുക്കാൻ പറയുമ്പോൾ അത് കഠിന പദമാണ്. കഠിന പദങ്ങൾ എന്തിനുള്ളതാണ്? അത് നിത്യതയെ മാത്രം. അതാണ് ഞാൻ അച്ഛൻ പറഞ്ഞത് 8:17. നിങ്ങൾ അവകാശികളാണ്, പക്ഷേ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ഈ കൂട്ടവകാശികൾക്ക് വരുന്ന പ്രശ്നം അവിടെ ടെസ്റ്റ് ഇത്തിരി കട്ടിയുള്ള ടെസ്റ്റായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ കൂട്ടവകാശിയല്ല. ആ ഒരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. കാര്യം അതെല്ലാം തീരും ഇവിടെ. ഇപ്പോൾ മോഡിജിയുടെ കൂട്ടവകാശി ആയാലും ആരായാലും നമ്മൾ എത്രയോ പ്രധാനമന്ത്രിമാരെ കണ്ടു, എത്രയോ പ്രസിഡന്റുമാരെ കണ്ടു. അവരുടെ സെക്രട്ടറിമാർ ഒന്നുമില്ല ഭൂമിയിൽ, എല്ലാം തീർന്നു, ഓവറായി. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ, യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിക്കുള്ള ഗുണം എന്താ? അത് നിത്യതയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കഠിന പദങ്ങൾ നമുക്ക് തരുമ്പോൾ ആ സിലബസ് ഇത്തിരി കട്ടിയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അത് ചെയ്യുന്നവരുണ്ട്, അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ നിന്ന് അവരൊന്നും ഉദ്ദേശിക്കണില്ല. കാര്യം ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒക്കെ താങ്ക് യു വെരിമച്ചെന്ന് പറയും. പക്ഷെ അവർ യേശുവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യേശു മാത്രം കൊണ്ടുവന്ന വേറെ മതസ്ഥാപകർ ആരും കൊണ്ടുവരാത്തൊരു സംഭവമുണ്ട്. എന്താണ്? നിത്യത. ഈ നിത്യതയ്ക്ക് വേണ്ടിയാണ് യേശു വചനങ്ങൾ, കഠിന വചനങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ നിത്യതയിൽ പോലും നമുക്കൊരു നിലനിൽപ്പ് കിട്ടുക. അപ്പോൾ എല്ലാവരും ചോദിക്കും, എല്ലാവരും ചത്ത് അവസാനം എല്ലാവർക്കും ഒരു സ്വർഗ്ഗവില കിട്ടണത്, പിന്നെ എന്തിനാണ് ഇത് നമ്മൾ മാട്ടേ കിടന്ന് നെഞ്ചുകളെ എന്തിനാണെന്ന് ചോദിക്കും. എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ അല്ല, അവനവനെ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമാണെന്ന് നമ്മുടെ 1 കൊറിന്ത്യൻസ് 15:41 തിരുവചനം പറയുന്നുണ്ട്. നമ്മളെല്ലാം നിത്യത അനുഭവിക്കുന്നത് അവനവൻ ആർജിക്കുന്ന കൃപയ്ക്ക് തുല്യമാണ്. ചില ചേട്ടത്തിമാർ 2-3 പ്രസവിക്കും, അവരുടെ മക്കളൊക്കെ പഠിക്കും, അവർക്ക് ജോലി കിട്ടും, കുറച്ച് മക്കൾ അവരും മരിക്കും, പിന്നെ മക്കളും മരിക്കും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഒരു കുഴപ്പമില്ല അവർക്ക്. അവർ വന്ന് ഈ ഭൂമിയിൽ വന്ന് അവരുടെ ജോലിയൊക്കെ ചെയ്ത് അവർ പോയി. പക്ഷേ വേറെ ഞാൻ മാരേക്കൊണ്ടൊരു ചേട്ടത്തിനെ കണ്ട്, ആ ചേട്ടത്തി മകനെയും പൊക്കിക്കൊണ്ട് വരുമ്പോൾ കർത്താവ് കുരിശ് വന്നുകൊണ്ട് അവനെ പോലെയാണ് വന്നത്. അവന് ഓട്ടിസമാ, വേറെ അപസ്മാരമായ എല്ലാം കൂടിയാണ്. ഇതൊന്നുമല്ല, ഭ്രാന്തുകൊണ്ട് അവന്. ഒരു ദിവസം ഇവരെ എടുത്തിട്ട് അലക്കി ഈ ചേട്ടത്തിനെ. അപ്പോൾ എന്നിട്ട് ഇവർ അവരുടെയൊക്കെ പൊട്ടി വേദനിച്ച് വരികയാണ്. അച്ഛാ ഒന്ന് തലക്ക് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയത്? ഇവന് 5 രൂപ തിന്നാൻ കൊടുക്കാഞ്ഞിട്ട് എന്നെ തല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പച്ച നിറത്തിൽ 5 രൂപ കൊടുക്കണം അവന്. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ കൊടുക്കണം നമ്മൾ, വേറെ ഒന്നിനുമല്ല. അവരിങ്ങനെ ഒരു ഇടിക്ക് പ്രാന്തനെ പോലെ ചിരിക്കും. നമ്മൾ കാണണമെങ്കിൽ ചില പാരക്കാരുടെ തലക്കിടിക്കുക ചിരി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ ചിരി ചോദിച്ചാൽ അവൻ അങ്ങനെ തന്നെ ഈ സാധനം തിന്നും. അപ്പം ചേട്ടത്തിൻ്റെ മുമ്പ് ചോദിച്ചു. ഒരു പ്രാവശ്യം അവന് 5 രൂപ കൊടുത്തില്ല, കിട്ടിയില്ല. ചേട്ടത്തി പാവപ്പെട്ട ചേട്ടത്തിയാണ്. അത് അവസാനം അവിടുത്തെ വീട്ടിൽ പോയി, മാരാക്കുളത്തിൽ വീട്ടിൽ പോയി കടം മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് 5 രൂപ. അപ്പം അവനോട് തിന്ന് ഒരു ദിവസം കടം മേടിക്കാൻ പറ്റില്ല, അവനെ തല്ലുകയും ചെയ്തു. ഈ സംഭവത്തിനും ചുമന്നുകൊണ്ട് അവർ കുരിശ് നോക്കണവർ അടക്കുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇത്രയും വലിയ ഭാരം ചുമന്നിട്ടും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവർ ജീവിക്കണ കണ്ടില്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കണത്. അപ്പം നിങ്ങളവർക്ക് വേണം സാധാരണ ഇവിടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന ആൾക്കാരും ഇതുപോലെ എക്സ്ട്രാ ഭാരം ചുമക്കുന്ന ആൾക്കാർ അവസാനം ഒരുപോലെ ഇരിക്കുമെങ്കിൽ പിന്നെ ദൈവം നീതിമാനാണെന്ന് പറയുന്നത് എന്ത് വിഷയം? അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസിൻ്റെ 15:41 പറയണത്, ആകാശത്ത് ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഇവ തമ്മിലും പ്രഭയ്ക്ക് വ്യത്യാസമുണ്ട്, അതുപോലെയാണ് ഉത്ഥാന സമയമെന്ന്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരേ പ്രകാശമാണോ? അല്ല. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരേ പ്രകാശമാണ്. പൗലോസപ്പോസ്തലൻ പറയുന്നത് നക്ഷത്രങ്ങൾക്ക് തമ്മിലും പല വ്യത്യാസമുണ്ടെന്ന് പ്രകാശത്തിന്. അപ്പോൾ എൻ്റെ ദൈവപദം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഇത്തിരി പാടുള്ള സിലബസ് നമുക്ക് തന്ന്, ഇപ്പോൾ ഭർത്താവ് സംശയരോഗിയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അയാൾക്ക് പിടിക്കത്തില്ല, അയാളുടെ പെങ്ങന്മാരാ ഒക്കെ ചെയ്ത ആനക്കാര്യമായിട്ടുള്ള കെട്ടിയെഴുന്ന് വിളിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഉറക്കത്തിൽ വരെ വിഷം കൊടുത്ത് കൊല്ലാൻ തോന്നിപ്പോയി. കുറേ ആൾക്കാരിപ്പോൾ കൊന്നല്ല അങ്ങനെ.
അപ്പോൾ ഓരോ മനുഷ്യന്മാർ ചിന്തിക്കണാണേ, അവരെ പൊറുതി മുട്ടിട്ട് ചിന്തിച്ച് പോകണതാണ്. അവർ ചിന്തിക്കണം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനുഷ്യനിങ്ങനെ ചിന്തിക്കേണ്ട കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ചില ആൾക്കാർ മിണ്ടത്തില്ല. എന്താ കാര്യം? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ സിലബസ് ഞാൻ എഴുതണം, ഇത് IAM-ൻ്റെ പരീക്ഷയാണ് ഞാൻ എഴുതാൻ പോണത്, ഈ മനുഷ്യൻ മരിക്കണവരെ ഞാൻ അതുവരെ ഉണ്ടെങ്കിൽ ഈ കുരിശ് അതുവരെ അനുഭവിക്കണം. പക്ഷേ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഈ സംഭവം ടേക്കപ്പ് ചെയ്യും. ഈശോ എന്നിട്ട് ഈശോ എന്ത് ചെയ്യുമെന്നറിയാവോ? കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഈ വിഷയത്തിനെല്ലാം. എന്ത് സംഭവിക്കുന്നു എന്നല്ല പ്രശ്നം, നമുക്കെങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതെന്ന് വെച്ചാൽ അതിനൊരു അഭിഷേകമുണ്ട്. ദൈവത്തിലെ എന്നെ ശ്രമിക്കണം നിങ്ങൾ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഗ്രേസിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. കാര്യം നിങ്ങൾക്ക് എടുത്താൽ പോകാത്ത സംഭവമാണ് കൊണ്ടുപോകുന്നത്. മകൻ കഞ്ചാവാണ്, ഭർത്താവ് സംശയരോഗി, ഈ 2 കള്ളന്മാരുടെ ഇടയിൽ നമ്മുടെ ജീവിതം കുരിശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എന്താ സംഭവിക്കണത്? ഇതിന് കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്. കറസ്പോണ്ടിങ് ഗ്രേസ് നിങ്ങൾ ഈ 2 കള്ളന്മാരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി നടുക്ക് കുരിശ കിടന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. മറിച്ച് കർത്താവേ, ഇതിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആന്തരിക ഗ്രേസ് ഉണ്ട്, അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ വിഷയം മാറണത് ശരിക്കും. എന്നുവെച്ചാൽ അത്രയും കൃപയിൽ ഈ വിഷയം നമ്മളെ കർത്താവ് നീ അഗ്നിയിലൂടെ നടക്കുമെന്നല്ലേ പറഞ്ഞത്? 43:2 നീ അഗ്നിയിലൂടെ നടക്കും. എന്ത് സംഭവിക്കും? അപ്പോൾ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, വിഴുങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ല. ഏതെങ്കിലും കാലവശാൽ നിങ്ങളുടെ സിലബസ് കട്ടിയാണെങ്കിൽ, നിങ്ങൾ അഗ്നിയിലൂടെയാണ് നടക്കണമെങ്കിൽ അഗ്നി വിഴുങ്ങാത്ത അഭിഷേകത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അതിൻ്റെ അവകാശം നിങ്ങൾക്കുണ്ടെന്ന് എൻ്റെ അർത്ഥം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന കാലങ്ങളിലെ പല അവസ്ഥകളിലും എനിക്ക് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ നാട് വിട്ടു പോകാൻ തോന്നും, ചിലപ്പോൾ മരിച്ചു കളയാൻ തോന്നും, ചിലപ്പോൾ ഭ്രാന്ത് വന്നെങ്കിലെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഇതിനെ അതിജീവിച്ചുകൊണ്ട് അതിവിശുദ്ധിയിലേക്കുള്ള അഭിഷേകത്താൽ എന്നെ നിറക്കണമേ. ശ്രുതികട്ടെ കപ്പാസിറ്റി എന്ന സംഭവമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പ്രാപ്തി, ദൈവത്തിരുസന്നിധി പ്രാപ്തി കൂട്ടിയാൽ കാര്യങ്ങൾ ഒത്തിരി. ഇപ്പം നമ്മളുടെ പല പ്രശ്നങ്ങളുടെയും കാര്യം പ്രാപ്തി ഇല്ലാത്തതാണ്. ഇപ്പം എന്താ ചിന്തിച്ചത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആളില്ലേ, ലിസി എവിടെയാ സ്ഥലം? ലിസി മുക്കന്നൂർ അല്ലേ, തൃശ്ശൂരാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വിഷയം എന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ പ്രശ്നം എന്താണ്? അക്കാമ സറണ്ടറായിട്ട്, പക്ഷേ അക്കാമയെ എൻ്റെ കാലഹരണപ്പെട്ടു പോയി. അതുകൊണ്ട് അവർക്ക് റിലീവിങ് ഓർഡർ കിട്ടത്തില്ല, അതുകൊണ്ട് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്നാണ് ഫ്ലൈറ്റ്, ഇന്ന് ഫ്ലൈറ്റാണ്, 4 മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊന്നും നടക്കത്തില്ല. പക്ഷേ അതേക്കാൾ ഉപരി അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന, എവിടെ നിന്നാണ്? വാടക താമസിക്കരുന്ന്, വാടക വിട്ടു പോകുന്ന. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അകത്ത് കയറാനും പറ്റത്തില്ല, 2 ആഴ്ച കഴിഞ്ഞേ നടക്കത്തുള്ളൂ. ഇങ്ങനെ അവർ നിന്ന് കത്തുക. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മകളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ എൻ്റെ മകളെ, കൃപാസനത്തിലെ മാതാവ് സഞ്ചാരി മാതാവാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പറന്നിവിടെ എംബസി എത്തും. നീ നോക്കിക്കോ, 2 മിനിറ്റിനുള്ളിൽ അമ്മ പറന്ന് എംബസി എത്തുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, 2 മിനിറ്റിനുള്ളിൽ ഇവർ അവിടെ സീനിയർ ഓഫീസേഴ്സിനൊക്കെ വിളിച്ച് എല്ലാവരും കൂടി വന്ന് സെറ്റാക്കി മാതാവ് നിന്ന് അത് ചെയ്ത്. എന്നിട്ട് ഇവർ പറഞ്ഞു, നിങ്ങളവിടെ നേരെ പൊയ്ക്കോളൂ, പോകുന്ന വഴിക്ക് വിസ റിലീവിങ് ഓർഡർ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. വെച്ചാൽ സ്പീഡാണ്. പക്ഷേ അതല്ല, അവിടെ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താ പ്രശ്നം? നിന്ന് കത്തുമ്പോൾ ഒരു പ്രഖ്യാപനം, ബോധം കെട്ട് വീഴുകയല്ല. ഈ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ചങ്കിടിച്ച് വീഴും. പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ നോക്കും. പക്ഷേ ഈ പ്രാർത്ഥിച്ച് പരിചയമില്ലാത്തവർ ഇതുപോലുള്ള മോശം ടൈമിൽ പ്രാർത്ഥിച്ച ഒക്കത്തുമില്ല. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നവരെ മിനിമം പ്രാർത്ഥന ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകണം. ഈ ലിസി ആ ടൈപ്പാണ്. അവർ മിനിമം പ്രാർത്ഥന ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകണ കാരണം അവർക്ക് നല്ല ഉറപ്പാണ്. തന്നെയല്ല, ഈ ലിസി 1 മാസം മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു. ലിസി കണ്ട സ്വപ്നം ഭയങ്കര വിറ്റാണ്. അതായത് ഭയങ്കരമായിട്ട് തീ
തീ കത്തുമ്പോൾ കൃപാസനം മാതാവ് ചിറക് ധരിച്ച് ഈ തീയിൽ നിന്നകത്തേട്ട് പുറത്തേക്ക് വരണം. അതാണോ കണ്ട സ്വപ്നം. അപ്പോൾ ഉടനെ ലിസി വിചാരിച്ചു, ദൈവമേ വല്ലയിടത്തും തീ പിടിക്കാൻ വേണം, മാതാവേ തീ കെടുത്തേക്കണേ എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ച്. പക്ഷേ തീ പിടിച്ചാർക്കാൻ ഇവർക്ക് തന്നെയാണ്. ഈ എംബസി സംഭവിക്കാൻ പോകുന്ന കാര്യം അമ്മ നേരത്തെ കാണിച്ചു കൊടുത്തതാണ്. എംബസി സംഭവിക്കാൻ പോണത് നീ നിന്ന് കത്തുന്ന ഈ എംബസിയിൽ, പക്ഷേ ഞാൻ ചിറകും ധരിച്ച് വന്നിട്ട് നിന്നെ അവിടെ നിന്ന് റിലീവ് ചെയ്യും. അതാണ് അതായത് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പാടായിട്ട് തോന്നും. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സങ്കല്പ വിശ്വാസികളല്ല. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല. അപ്പൻ്റെ അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട് അങ്ങനെ ജീവിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവരുടെ പേരൊക്കെ ഇട്ട് അങ്ങനെ പോയി ജീവിക്കണം എന്നല്ലാതെ വേറെ കഥ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൈവദൃഷ്ടി പോയിൻ്റ് കുറവാണ്. പോയിൻ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഉള്ള മാർഗം ഈ 5:47 മത്തായിയുടെ സുവിശേഷം 5:47. എന്താ പ്രശ്നം? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് വെച്ചാൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണത്. അതായത് സഹോദരങ്ങളെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇപ്പം ദൈവത്തിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി നിലനിർത്താനുള്ള മാർഗം എന്താണ്? എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഈ ലിസിയുടെ കാര്യം ചോദിക്കണത്, ലിസിയുടെ ആങ്ങളയ്ക്ക് മഞ്ഞപ്പിത്തമാണ്. ഷിപ്പ് യാർഡിലാണ് ജോലി. മഞ്ഞപ്പിത്തമാണ്. ഇപ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് കരളിൻ്റെ ബെഡ്റൂമിൻ കൂടിയിട്ട് അയാൾ അവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ലിസിയുടെ ചേച്ചിമാർ രണ്ടുപേരും ഇതുപോലെ ഈ അഡാറ് ഫെയ്ത്തുള്ള ആൾക്കാരാണ്. ഈ കക്ഷികൾ നേരെ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്ത് ആങ്ങളെയും കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്താൽ ഇവളോട് പറയണത്, ഇനി ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നീയും പ്രാർത്ഥിച്ചേക്കണമെന്ന് പറയും. കാരണം ചേട്ടായിയെ പറഞ്ഞു വിട്ടു, ഹോസ്പിറ്റലിൽ അവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയും. ചേട്ടായിക്ക് ജോലി ബിൽഡറും കൂടുന്നില്ല, മഞ്ഞപ്പിത്തം കൂടിയിട്ട് മഹോദരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ പറയാത്തൊരു പരിപാടി ചെയ്യും. എന്താ ചെയ്യണത്? ഇവിടുന്ന് ഷിപ്പ് യാർഡ് വരെ ഈ ആങ്ങളെ നടുക്ക് കാറിലിരുത്തിക്കൊണ്ട് ഇവിടുന്ന് ഷിപ്പ് യാർഡ് വരെ അവർ ജവമാല ചെല്ലും. അത് നമ്മൾ പറയാത്ത സാധനമാണ്. എക്സ്ട്രാ ചെയ്യേണ്ടതാണത്. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഇവിടെ വരികയും മാതാവിനെ കാണുകയും പോവുകയും ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുമെന്ന് അറിയാമോ? ഒറ്റ ആഴ്ച കൊണ്ട് ബിൽഡറുവിൻ നോർമലാകുക തന്നെയല്ല, ഷിപ്പ് യാർഡിലേക്ക് കൊണ്ട് തിരിച്ചെടുക്കും. സ്പീഡാണിത്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചെയ്യണതാണ് വിഷയം. ഇപ്പോൾ ഒരു അനുവിൻ്റെ സാക്ഷി, അനു മരിയ ഇതുപോലൊരു സംഭവമാണ് എക്സ്ട്രാ. അതായത് നിങ്ങൾക്ക് ദൈവമായിട്ട് മിനിമം യോഗ്യതയുള്ളെങ്കിൽ ഇത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം വിശേഷ വിധിയായി ചെയ്യണ കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസിൻ്റെ സാക്ഷി, അയാളും തൃശ്ശൂർക്കാരനാണ്. പക്ഷേ അയാൾ ജോലി ചെയ്യണത് ഗോവയിലെ ബോംബെയിൽ എവിടെയാണ്. അയാളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അപ്പനും ഉണ്ട് അമ്മയുണ്ട്, പ്രായമാണ്, പക്ഷേ ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഇത് എല്ലാവരെയും കൂടി നോക്കാൻ വേണ്ടി പാവപ്പെട്ടവൻ്റെ ജോലിയേ ഉള്ളൂ. MNC ഏക്കർ ജോലിയുണ്ട്. ഈ ജോലി പോകുമ്പോൾ അപ്പം വന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ അയാൾ നാട്ടിൽ വരുമ്പോൾ ജോലി അവിടെ പോയിരുന്നു. പക്ഷേ അപ്പനോട് അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തകർന്നു പോകും. പറയാതെ അയാൾ വന്ന് വേറെ ഉടമ്പടി എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്ന് എന്നെ കണ്ട്. പക്ഷേ എനിക്ക് സാധാരണ ഉടമ്പടി പുതുക്കാത്ത ആൾക്കാർക്ക് ഞാൻ ശ്രദ്ധിക്കത്തില്ല. കാര്യം പ്രോസസ്സിലിരിക്കുകയല്ലേ അവർ. പ്രോസസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഉടമ്പടി പോയി. അപ്പം പിന്നെ അവർക്ക് കൊടുക്കാൻ അങ്ങനെ പാണ്ടാവും. അവർ ഞാൻ നോക്കത്തില്ല. ഞാൻ ഉടമ്പടി പുതുക്കിയെന്ന് നോക്കത്തുള്ളൂ എപ്പോഴും. ഒരാളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉടമ്പടി പേപ്പർ എല്ലാം അയാളെക്കുറിച്ചുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആളുമായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇയാളെ കണ്ടപ്പോൾ ഇയാൾ പറയണ മുമ്പ് തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത പ്രശ്നമല്ലേ, നിങ്ങളൊരു പണി ചെയ്യണം, 8-ാം തീയതി ഒന്ന് ഉപവസിക്കണം, 1-ാം തീയതി 8-ാം തീയതി ഉപവസിക്കണം, പിന്നെ 17-ാം തീയതി. അപ്പോൾ അയാൾ 1-ാം തീയതി ഉപവസിച്ച് 8-ാം തീയതി അയാൾ ഉപവസിക്കണ ദിവസം MNC കമ്പനി വേറൊരു കമ്പനിയിൽ നിന്ന് അയാൾക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ, അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി വർക്ക് അറ്റ് ഹോമായിട്ട് അതിനേക്കാൾ ശമ്പളത്തിൽ ജോലി കിട്ടി. അത് വർക്ക് അറ്റ് ഹോമാണ്. നേരത്തെ അവിടെ പോകണമായിരുന്നു, ഇപ്പം പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ജോലിയും കാര്യമൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ എക്സ്ട്രാ ചെയ്യാൻ ഒട്ടിയടിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രശ്നം. ഉള്ളത് തന്നെ എങ്ങനെയും 16 കൊട്ടുമായിട്ടൊക്കെയാണ് ചെല്ലണത്. ഇപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് 5:30 തൊട്ട് 6:30 മണി വരെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ
മിക്കവാറും എഴുന്നേൽക്കുമ്പോൾ 7:30 മണിയാവും. എന്തുകൊണ്ടാണ്? രാത്രി വല്ല വാട്സപ്പൊക്കെ കൊണ്ട് ചാറ്റും ചീറ്റുമൊക്കെ ഇരുന്നിട്ട് ഉറങ്ങാൻ വിട്ടു പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കണം താമസിക്കും. അതുകൂടി ആ സംഭവം തീരും. അപ്പോൾ ഇങ്ങനെയാണ് വിഷയം വന്നത്. ഇത് മറിച്ച് എക്സ്ട്രായാണ് ഈ പരിപാടി ചെയ്യണമെങ്കിൽ. ഇപ്പോൾ അനുവിൻ്റെ പരിപാടി എന്താണ്? എന്താ പറഞ്ഞത്? പറഞ്ഞത് എനിക്ക് വിസ ഇൻ്റർവ്യൂ ആണ്, 3 ഞാൻ തോറ്റപ്പോൾ വന്ന് ഉടമ്പടി ചെയ്ത് പാലക്കാട് ഞാൻ ഒറ്റക്ക വന്നത്. ആ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. വീണ്ടും എക്സാമിൻ്റെ ദിവസം ചെയ്ത പരിപാടിയുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിച്ചു മൊത്തം. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് നേരെ ഓഫീസിൽ പോയി. ഒരു സാധനം തുറന്ന് നോക്കിയില്ല. കാര്യം എന്താണ്? ഈ പരീക്ഷ മാതാവിൻ്റെ പരീക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ആരോടും സംസാരിച്ചില്ല. കൂട്ടുകാർ പോലും വന്നിട്ട് പോലും ചിരിച്ചു പോലും കാണിച്ചില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് പോകണമെന്നുള്ളത്. അതാണ്. ആരെ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ വായിച്ചില്ല. സംഭവം ശരിയാണ്. അതായത് അപ്പം ഞാനിവിടുത്തെ ഇത് ഭയങ്കരമായ സംഭവമാണ് നീ പറയണത്, പക്ഷേ എവിടെ നിന്ന് നിനക്ക് കിട്ടി? അത് മിനിമം ഹോളി സ്പിരിറ്റാണ്. അതായത് നമ്മൾ ഉപഗ്രഹങ്ങൾ ചന്ദ്രമണ്ഡലത്തിലോട്ട് പ്രവേശിക്കണ പോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സംവേദനത്തിലേക്ക് കയറി വരും. അപ്പോൾ നീ പ്രധാന ആചാര്യന്മാരുടെ മുമ്പിലേക്ക് ഹാജരാകുമ്പോഴേ എന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട, എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആ സമയം നിനക്ക് അറിവ് തരും. അപ്പോൾ നിങ്ങളായിരിക്കുകയില്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലുള്ളതാണ്. എന്താണ് കാര്യം? നമ്മൾ ദൈവമായിട്ട് സന്ധിപ്പായി, കുറച്ചുകൂടി ദൈവമായിട്ട് ബന്ധമായി, ദൈവത്തിൻ്റെ സ്വന്തമായെന്നൊക്കെ ദൈവത്തിന് തോന്നിയാൽ നീ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം നമുക്ക് നോട്ട് തരും. ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് വരണം. അതിനുള്ള കപ്പാസിറ്റി ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്കുണ്ട്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് പക്ക പ്രയറാണ്. കാര്യം അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അത് അമ്മയിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് അമ്മയിൽ പ്രവർത്തിച്ച് ലോകത്തിന് കൊടുത്ത ഒരു നിർദ്ദേശമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എക്സ്ട്രാ എന്താണ് വിശേഷബുദ്ധിയായി ചെയ്യണത്. ഇപ്പം ഞങ്ങൾ നിങ്ങളോട് പറയും, നിങ്ങൾ ആ പത്രം വാങ്ങിച്ചിട്ട് ഇടവകയിൽ കൊണ്ടേ കൊടുക്കണമെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? ചില ആൾക്കാർ വീട് വീഴാൻ വഴി കൊണ്ടേ കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ എന്ത് ചെയ്യണം, എവിടെ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, എവിടെ ജോലി കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടേതല്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി, എൻ്റെ ഒരു സഹപ്രവർത്തക, അവളെ നേഴ്സാണ്, BSc നേഴ്സാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അവരിപ്പോൾ തിയോളജി പഠിക്കാൻ പോയിരിക്കുകയാണ്. രൂപത എന്നൊരു പിതാവ് ബിഷപ്പ് വിട്ടിരിക്കണതാണ്. അപ്പോൾ തിയോളജി പഠിച്ചിരിക്കുന്നത് അവൾ ഒരു ദിവസം നോക്കുമ്പോൾ അവൾ MBA എടുത്തു. ഞാൻ പറഞ്ഞു, അപ്പോൾ നേഴ്സുമാർക്ക് MBA എടുക്കാൻ ഭയങ്കര, അവിടെ ജോലി കളയാതെ എടുക്കാൻ വലിയ പാടാണ്. കാര്യം ഒന്ന് ആശുപത്രി ചെന്ന് പെട്ടെന്ന് നമുക്കറിയാം, ഇവരിങ്ങനെ സൂചിയും നൂലും പോലെ ഓടണ കാണാം. നിക്കക്കളി ഉണ്ടാകത്തില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്താ പരിപാടി? ശനിയാഴ്ച വൈകുന്നേരം ഇരുന്നുകൊണ്ട് 1000 മണിയുടെ ജപമാല ചെല്ലും. അപ്പോഴെന്നാ പറ്റുക? ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഗേസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ സമയത്ത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരും കണ്ടില്ലെങ്കിലും പരസ്യം നീ കാണും. ഇപ്പോൾ ഈ കോൾ ഫോർവേഡ് ചെയ്തിരിക്കണത് ഓരോ കമ്പനി കോൾ ഫോർവേഡ് ചെയ്തിരിക്കണതാണ്. ആരും കണ്ടില്ല, പക്ഷെ നീ കാണും. നിൻ്റെ കർത്താവ് കാണിക്കും. എന്നിട്ട് നിന്നെ വിളിച്ച് ആ പത്രവും ആ ഇമെയിലും കാണിക്കും, ആ പരസ്യം കാണിക്കും. ഇപ്പോൾ ആപ്ലിക്കേറ്റ് ചെയ്യും, ഇത് നിനക്കുള്ളതാണെന്ന് പറയും. പക്ഷെ ആരും കണ്ടു കാണത്തില്ല ആ സാധനം. ഇവളെ വിളിച്ച് കാണിക്കും. എനിക്കങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി മാത്രം ചൂണ്ടിക്കാണിച്ച് തരുന്ന സംഭവങ്ങൾ. ദൈവത്തെ ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല പ്രശ്നം, ദൈവം തന്നെയാണ് പ്രശ്നം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരു ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി ഒന്നും പ്രശ്നമല്ല. ഞാൻ മനസ്സിലാക്കിയത് ദൈവം തന്നെയാണ് പ്രശ്നം, വേറെ ഒന്നും പ്രശ്നമല്ല. ദൈവവുമായിട്ട് നിങ്ങൾ ഏതെല്ലാം വിധത്തിൽ അടുത്ത് വരാമോ അത്രയും വിധത്തിൽ എൻ്റെ മക്കൾ അടുത്ത് വന്ന് ഐക്യം പ്രാപിക്കാൻ ഉടമ്പടിയിലൂടെ പരമാവധി നിങ്ങൾ സത്യസന്ധത കാണിച്ച് എത്രയും നിങ്ങളുടെ കപ്പാസിറ്റി പ്രാപ്തി വർദ്ധിപ്പിക്കാൻ ഈ ധ്യാനം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി മനമുയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ,
കർത്താവായ ദൈവമേ, ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, യോഗങ്ങൾ സമർപ്പിച്ച് സ്പർശിക്കുന്ന കർത്താവേ, പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തീരാവ്യാധികളെ, മാരക രോഗികളെ കർത്താവേ, പരീക്ഷകളിൽ പെട്ട മക്കളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, ജോസഫ് അച്ഛനെ കർത്താവേ കൃപയ്ക്ക് മേൽ കൃപ കൊടുത്ത് അഭിഷേകം ചെയ്യണമേ കർത്താവേ. തത്സമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ, ക്യാൻസർ രോഗികളെ കർത്താവേ, അനേക രക്ഷന്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചവരെ കർത്താവേ, സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കണമേ കർത്താവേ. കൃപാസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈനംദിന പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമായ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമായ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന, അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമായ ആരാധന, ദിവ്യകാരുണ്യമേ, ആരാധന. എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മെ പരിശുദ്ധ ദൈവമാതാവേ